ഏതെങ്കിലും പ്രാർത്ഥനകളിലേക്ക് അച്ഛനോട് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അത് കർത്താവിൽ സമർപ്പിക്കേണ്ട സമയമാണ്. പ്രസവ സംബന്ധമായ തടസ്സങ്ങളുള്ളവരുണ്ട്, അവരെ കർത്താവ് കാണിക്കുന്നുണ്ട്, അവരെ കർത്താവ് സൗഖ്യപ്പെടുത്തി ശക്തിപ്പെടുത്തുന്നുണ്ട്. അവർക്ക് അപകടമില്ല, അവർ സുഖമായി പ്രസവിക്കുമെന്ന് ഈശോ അറിയിക്കുന്നുണ്ട്. വേഗുലപ്പെരുണ്ടെന്ന് പറയുന്നു. ശരീരത്തിൽ സിസ്റ്റ് കിടക്കുന്നവരുണ്ട്, അവരെ കാണിക്കുന്നുണ്ട് കർത്താവ്. ചില അവയവങ്ങളുടെ താഴെ ഏറ്റവും ബോട്ടം സൈഡിലെ ലിക്വിഡ് കിടക്കുന്നവരും ലിക്വിഡ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളവരുണ്ട്. ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്ന തരത്തിലുള്ള ലിക്വിഡ് ഫോം ചെയ്യുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. വൃഷണങ്ങളിലുണ്ടാകുന്ന ബീജത്തിന്റെ വറ്റല്, കൗണ്ടില്ലാത്ത വിഷയങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണിത്. അത് മെസ്സേജിലുള്ള ഭാഗങ്ങളാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ചില കാര്യങ്ങള് ജോലിക്ക് വെച്ചത് തെറ്റിപ്പോയല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചില ഓപ്ഷൻ വെച്ചിരിക്കുന്നത് തെറ്റിപ്പോയല്ലോ, അതല്ലല്ലോ വെക്കേണ്ടിയിരുന്നത്, അതിന് ജോലി സാധ്യത കുറവാണല്ലോ, വേറെ ആണല്ലോ വെക്കേണ്ടിയിരുന്നതെന്ന് ചിന്തിക്കുന്നവരെ ആ വേദന ഈശോ ഈ വിഷയത്തിൽ ഏൽപ്പിക്കാൻ പറഞ്ഞിരിക്കുന്ന കർത്താവ് അതിനെ നിനക്ക് അനുയോജ്യമായൊരു ക്രമീകരണം വരുന്നുണ്ട്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. രോഗങ്ങള്, വിസർപ്പ രോഗങ്ങള്, സോറിയാസിസ് രോഗങ്ങള്, വെരിക്കോസ് രോഗങ്ങള് കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ, ശ്രുതിക്കട്ടെ. കർത്താവെ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം കൊണ്ട് ത്വക്ക് രോഗങ്ങൾ, വെള്ളപ്പാണ്ടുകള്, പാണ്ടുകള്, മുടിപൊഴിച്ചിലുകള്, കണ്ണിന് കരിപ്പുള്ളവര്, കണ്ണ് തിമിരം കയറുന്നവര്, ചെടിക്ക് കേൾവിയില്ലാത്തവര്, തൊണ്ടയിൽ മുഴയുള്ളവർ, തൈറോയിഡ്, ടോൺസൈറ്റ്, കർത്താവ് എല്ലാ രോഗങ്ങളുടെയും കർത്താവിന്റെ ആധിപത്യം ഉറപ്പിക്കട്ടെ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ഉന്നതമായ നാമത്തിൽ ദൈവശക്തി അതി സൗഖ്യം പ്രാപിക്കട്ടെ. ഒരു നിമിഷം വീണ്ടും മൗനമായി പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മൗനമായി പ്രാർത്ഥിക്കുന്നു. സ്ഥലം, അളവ്, ഭാഗ ഉടമ്പടി, വഴിയില്ലാത്ത അവസ്ഥകള്, വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥകള്, എവിടേക്കാണ് നിനക്ക് നിന്റെ സ്വസ്ഥവും സമാധാനപൂർവമായ ജീവിതത്തിന് തടസ്സമുള്ളത്, അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അനുസരണയില്ലാത്ത തെറ്റായ പ്രണയബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയ മക്കള്, അവരെക്കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കന്മാര്, എപ്പിലെപ്സി രോഗങ്ങള്, ഹൈപ്പർ ആക്ടിവിറ്റി, ഒട്ടിസം രോഗങ്ങള് എല്ലാം കർത്താവിന്റെ വിശുദ്ധമായ രക്തത്തിൽ തളിക്കപ്പെട്ടുകൊണ്ട് ഈ ആൾക്കാർക്ക് ഒരു സാക്ഷ്യം പറയാനുള്ള അടയാളം കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ.
ഇരിക്കുക. നമ്മുടെ ഉള്ളിൽ ദൈവം ജീവിക്കുന്നത് 3 തരത്തിൽ വരും. ആക്ടിവേഷൻ സംഭവിക്കുന്നത് ദിസ് പ്രസൻസ് ആക്ടിവേഷൻ, ദൈവസാന്നിധ്യത്തിൻ്റെ ആക്ടിവേഷൻ 3 തരത്തിൽ വരും. അതെല്ലാം മസ്റ്ററായിട്ട് സംഭവിക്കുന്നത് അഭിഷേകമാണ്. അഭിഷേകത്തിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അഭിഷേകത്തിൻ്റെ മീൻസുകൾ, അഭിഷേകത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അനോയിൻറ്റിങ്. ഈ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അനോയിൻറ്റിങ് ആരാധനയുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. ഇൻസ്ട്രുമെൻ്റ് ഓഫ് അനോയിൻറ്റിങ്. ഇപ്പം ഞങ്ങളെപ്പോഴും ആരാധന നടത്തുമ്പോൾ അതിനകത്ത് 3-4 ഇൻസ്ട്രുമെൻ്റ് ഇട്ടാണ് നടത്തുന്നത്. ഒന്ന് പാട്ട്. കൃപാസനം ആരാധനയുടെ മെയിൻ സംഭവം പാട്ടാണ്. പാട്ടെന്ന് പറയണത് അച്ഛൻ ധ്യാനം നടത്തി എവിടെയെങ്കിലും പോയി ഇരിക്കും, പാട്ടുകാർ ഓർക്കസ്ട്ര പോലെ നടത്തും, അതല്ല. ആരാധനയും പാട്ടും കൈയും കാലും പോലെ ഒരു ബോഡിയാണ്. ഈ ബോഡിയാണ് ആരാധന സമൂഹത്തിലേക്ക് വരുന്ന. അതായത് ചിലപ്പോഴും അഭിഷേകം കിട്ടണവർ അങ്ങ് പാടിപ്പോവും. 4 വരിയെ പാടത്തുള്ളൂ. എന്താ കാര്യം? ആ 4 വരിയുടെ അകത്ത് എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന 4 വരികളാണ്. ഇത് ഇൻസ്ട്രുമെൻ്റാണ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ അനോയിൻറ്റിങ്ങിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് എപ്പോഴാണിത് ഇത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കണമെന്നറിയാവോ? ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അനോയിൻറ്റിങ്, അഭിഷേകത്തിൻ്റെ ഒരു ഉപകരണമാണിത്. ഈ സംഗീതം എന്ന് പറയണത്. ഈ സംഗീതം നിങ്ങളിൽ ദൈവസ്നേഹമാണ് നിറയണമെങ്കിൽ ആദ്യം ഇതൊക്കെ അറിവിൻ്റെ തലത്തിലേ നിൽക്കത്തുള്ളൂ. പിന്നീട് ബോധ്യത്തിൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് പിന്നീട് അഭിഷേകം ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. ആദ്യം ഇത് അറിവിൻ്റെ തലത്തിൽ നിൽക്കും, നമ്മൾ ആരാധിക്കുകയാണെന്നുള്ള അറിവിൻ്റെ തലത്തിൽ നിൽക്കും. പിന്നെ അറിവ് ഇങ്ങനെ പതുക്കെ ദൈവസ്നേഹം കൂടുന്നതനുസരിച്ച് കൊണ്ട് നമുക്ക് കൺവിഷൻസ് കിട്ടും. നമ്മൾ ആരാധിക്കുന്നത് ഒരു പ്രസ്ഥാനത്തെ അല്ല, ഒരു പ്രതിഭാസത്തെ അല്ല, ഒരു പേഴ്സണെയാണ് ആരാധിക്കണമെന്ന് മനസ്സിലാകും. പിന്നീട് ആത്മാവ് പറയും, ദ പേഴ്സൺ യു അഡോർ, നിങ്ങൾ ആരാധിക്കുന്ന വ്യക്തി ചുമ്മാ ഒരു വ്യക്തിയല്ല, ഹീസ് ദ റിസൺ ലോർഡാണെന്ന് പറയും. എന്ന് വെച്ചാൽ അവൻ കർത്താവാണ്. അവനെങ്ങനെ കർത്താവായി? അവൻ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയമായ മനുഷ്യരാശിയുടെ മനുഷ്യവംശത്തിൻ്റെ പരാജയമായ ആത്യന്തിക പരാജയമായ മരണത്തെ അവൻ സ്വന്തം ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് തോൽപ്പിച്ചുകൊണ്ട് അവൻ ജീവന്റെയും മരണത്തിൻ്റെയും കർത്താവായവനാണ്. ശ്രുതികട്ടെ അധരം കൊണ്ട് പ്രഖ്യാപിക്കാനുള്ള വലിയ അഭിഷേകം. We are speaking about the instruments of anointing. അതായത് അഭിഷേകത്തിൻ്റെ ഉപകരണങ്ങൾ. അതിലൊന്നാണ് സംഗീതം. അപ്പോൾ എന്താ സംഗീതം? സംഗീതം ഒരു ഇൻസ്ട്രുമെൻസാണ്. അതിലൂടെയാണ് ദൈവികമായ ശക്തി. നമ്മൾ ദൈവത്തിൻ്റെ 2 കാര്യങ്ങളാണ് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഇലക്ട്രോണിക് തരംഗങ്ങളായിട്ടല്ലേ ബ്രോഡ്കാസ്റ്റിംഗ് സംഭവിക്കുന്നത്. ശബ്ദതരംഗങ്ങളെ ഇലക്ട്രോണിക് തരംഗങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വീണ്ടും അത് ശബ്ദതരംഗങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ടി വിയിലൊക്കെ കാണുക, പിക്ചർ കാണുക ചെയ്യും, അല്ലെ ഡിജിറ്റലായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് പോലെ തന്നെ നമ്മൾക്ക് ദൈവികമായ ശക്തി നമ്മളിലേക്ക് വരുന്നത് 2 രീതിയിലാണ്. ഒന്ന് ശക്തിയായിട്ട് വരും, ഒന്ന് സ്നേഹമായിട്ട് വരും. അത് നമുക്ക് ആദ്യം ഫീൽ ചെയ്യണത് ദൈവസ്നേഹമായിട്ടാണ് ഫീൽ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഫോർമാറ്റ് മാത്രമാണ് വിശ്വാസം. വിശ്വാസത്തിലാണ് ഇതെല്ലാം വർക്കൗട്ട് ചെയ്യണത്. പിന്നീട് സ്നേഹമായിട്ടത് കൺവേർട്ട് ചെയ്യുമ്പോൾ സ്നേഹത്തിൻ്റെ മുന്തിയ ഏതോ ഒരു നിലവാരത്തിലാണ് ഇത് അഭിഷേകം സംഭവിക്കുന്നത്. പക്ഷേ അഭിഷേകം സംഭവിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രകരണങ്ങളുടെ ആവർത്തനങ്ങളിലൂടെയാണ് അഭിഷേകം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാട്ടുകൾ 4 വരി പിന്നെയും പാടി പിന്നെയും പാടി പിന്നെയും പാടി. അത് എന്താ കാര്യത്തിൽ? അതിന് ആവർത്തനവും അഭിഷേകവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. അപ്പം നിങ്ങളത് അറിയണം. കാര്യം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നീട് വർക്കൗട്ട് ചെയ്യും.
ഒരു ടൈം കഴിഞ്ഞാൽ പിന്നീട് ആരും ആവർത്തിക്കാതെ തന്നെ മനസ്സിത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് സംഗീതത്തിന് അതുപോലെ തന്നെ ഇപ്പോൾ ജപമാല എന്താണ്? ആവർത്തനാഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ജപമാല. കാര്യം എന്തുകൊണ്ടാണ്? അതായത് 5 ദൈവവചനങ്ങൾ അടുക്കി വെച്ചിട്ടാണ് ജപമാല ഷൂട്ട് ചെയ്യണത്. നന്മ നിറഞ്ഞ മറിയോ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയിൽ 5 വേർഡ് ഓഫ് ഗോഡാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് മനുഷ്യവചനങ്ങളൊന്നുമില്ല, ഫുൾ ആൻഡ് ഫുൾ വേർഡ് ഓഫ് ഗോഡാണ്. ഈ വേർഡ് ഓഫ് ഗോഡ് എന്ത് ചെയ്യും? വിശ്വാസി ദൈവസ്നേഹത്തോടെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് കൊണ്ട് അത് ചില മണ്ടന്മാർ ചോദിക്കത്തില്ലേ, പിന്നെ ഈ പ്രാർത്ഥന തന്നെ എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാ കാണിക്കാനാണ്? എന്തിനാ വേണ്ടിയാണ്? പ്രാർത്ഥനയെല്ലാം അനുഭവത്തിനുള്ളതാണ്. അനുഭവം നടക്കുന്നത്, അനുഭവത്തിൻ്റെ ഒരു തലമാണ് അഭിഷേകം എന്ന് പറയുന്നത്. അത് ആവർത്തനത്തിലൂടെയാണ് നടക്കുന്നത്. നന്മ നിറഞ്ഞ മറിയത്തിന് 5 വചനങ്ങൾ ആവർത്തിച്ച് കഴിയുമ്പോൾ എന്താണ് ഇതിൻ്റെ നെറ്റ് ഇഫക്റ്റ്? നിങ്ങൾക്ക് ഇൻ കേസ് ഇപ്പം എന്തെങ്കിലും ഒരു വിഷമസന്ധി ചെന്ന് പെട്ടെന്ന് നിങ്ങൾ ഇപ്പോൾ ഡോക്ടർ നിങ്ങളുടെ ചെക്ക് വെച്ച് പറഞ്ഞ് നമുക്ക് ഒരു TMD എടുത്താൽ എന്താ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു കാർഡിയാക് ടെസ്റ്റ് നടത്തിയാൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉടനെ വേർക്കും. പക്ഷേ അഭിഷേകമുള്ള ആൾക്കാർ വേർക്കത്തില്ല, അവർ നന്മ നിറഞ്ഞ പറയുന്നത് ചൊല്ലിക്കൊണ്ടിരിക്കും. അതാണ് വിഷയം. പ്രാർത്ഥനയുടെ ഉദ്ദേശം അതാണ്. അതായത് ഇൻ കേസ് ഈ പ്രാർത്ഥന അഭിഷേകം എല്ലാം വരണത് നമ്മളൊരു പ്രത്യേകമായ ഒരവസ്ഥയിൽ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്താ? ഏറ്റവും വലിയ അവയർനെസ് എന്ന് പറഞ്ഞത് എന്താണ്? ഏറ്റവും വലിയ അവയർനെസ് എന്ന് പറയുന്നത് എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഏറ്റവും വലിയ അനുഭവം എന്താ? ഏറ്റവും വലിയ അനുഭവം എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ. എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ഒരു വ്യക്തിക്ക് ഒരു കാലത്തും തോന്നിയിട്ടില്ലെങ്കിൽ അയാളൊരു വിശ്വാസിയല്ല ശരിക്കും. എനിക്ക് വേറെ ആരൊക്കെയുണ്ട്, എൻ്റെ കടങ്ങൾ, എൻ്റെ രോഗങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ കേസുകൾ ഒക്കെ സംരക്ഷിക്കാനും തിരക്കാനും നോക്കി നടത്താനും എനിക്ക് ഉപദേശവും നിർദ്ദേശവും തരാൻ ആരൊക്കെയോ ഉണ്ടെന്ന് നിനക്ക് വിചാരിച്ചാൽ നീ ഇപ്പോഴും ഒരു മനുഷ്യനായി തന്നെ അങ്ങ് നിലനിൽക്കുകയാണ്. നിനക്ക് ദൈവത്തിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ദൈവാനുഭവത്തിലേക്കുള്ള വഴികളിൽ പോകുന്നതനുസരിച്ച് കൊണ്ട് എക്സ്ട്രാക്ഷൻസ് സംഭവിക്കും. അഭിഷേകത്തിന് മുമ്പ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ദൈവം ഡിറ്റാച്ച് ചെയ്ത് കളയും. ചിലപ്പോൾ അവർ മരിച്ചു പോകും, ചിലപ്പോൾ അവർ നമ്മളോട് പിണങ്ങി മാറും, ചിലപ്പോൾ അവർക്ക് ട്രാൻസ്ഫർ ആകും, ചിലപ്പോൾ അവർ നമ്മുടെ സ്നേഹബന്ധം ഉപേക്ഷിക്കും. ഈ ഡിറ്റാച്ച്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഇടിപെട്ട സമയമാണതൊക്കെ. നിങ്ങളവർക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റിയ സമയമാണെന്ന് അല്ലല്ല, അതിജീവിക്കാൻ പറ്റിയ സമയമാണ്. കൈയിടിച്ച് കർത്താനുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകൾ വരുമ്പോൾ അതിജീവിക്കുവാനുള്ള വലിയ ആത്മാഭിഷേകം നീ മാത്രം മതി എന്ന് പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാനൊരു നഴ്സാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും പറഞ്ഞിട്ടാണ്. എനിക്ക് ആദ്യം അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. മാതാവ് എവിടെയായാലും ഇന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ളൊരു വിശ്വാസമായിരുന്നു എനിക്ക്. പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്നുള്ള ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എന്നും
ഈ ശാലോമിലെ പ്രോഗ്രാം കാണാറുണ്ട്, അച്ഛൻ്റെ പ്രോഗ്രാം കാണാറുണ്ട്. ഞാൻ എനിക്ക് സമയം ഉണ്ടെങ്കിൽ കൂടാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നിർബന്ധമായിട്ട് അങ്ങനെ കൂടുന്നൊരു വ്യക്തിയായിരുന്നില്ല. അങ്ങനെ ഞാൻ OET പഠിക്കാൻ തീരുമാനിച്ച സമയത്ത് ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 3 കുട്ടികളാണ് എനിക്കുള്ളത്. 3ാമത്തെ കുട്ടി പ്രഗ്നൻ്റായി ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തീരുമാനിച്ചത് OET എഴുതണമെന്ന്. അങ്ങനെ കുട്ടിക്ക് 5 മാസം ഉള്ളപ്പോൾ ഞാൻ OET പഠിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് പൂർണ്ണമായിട്ടത് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം എനിക്ക് 2 വയസ്സ് വ്യത്യാസത്തിൽ 3 കുട്ടികളുള്ളത്. അപ്പോൾ ഇവരെ വെച്ച് എനിക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ ദുഷ്കരമാണ്. ഞാൻ മൂത്ത 2 കുട്ടികളെ പെങ്ങളുടെ വീട്ടിലും ഹസ്ബൻഡിൻ്റെ അമ്മയും അവിടെയായിട്ടാണ് പഠിക്കാൻ പോയത്. ചെറിയ കുട്ടീനെ 3ാമത്തെ 5 മാസമുള്ള കുട്ടീനെ എൻ്റെ വീട്ടിലാണ് ഞാൻ പഠിച്ചത്. പക്ഷേ ഒരാഴ്ച കഴിയുമ്പോഴേക്കും എൻ്റെ മക്കൾക്ക് നല്ല അസുഖമായി, ഫീവറായി, ന്യൂമോണിയയുടെ ലെവലെത്തി, കുട്ടികളുടെ വെയിറ്റ് കുറഞ്ഞു. ഞാൻ ആ പഠിച്ച സംഭവത്തിൽ നിന്ന് ക്ലാസ് ഒരു 15 ദിവസം പോയുള്ളൂ. നെക്സ്റ്റ് വീക്കിലൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ പകുതി ഓൺലൈൻ എടുത്തു. അങ്ങനെ കറക്റ്റ് ഒരു 1.5 മാസം മുഴുവൻ പഠിച്ചെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ കിട്ടുന്ന സമയങ്ങളിൽ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പഠിച്ചിട്ട് ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റ് എഴുതി. ഞാൻ ഒരു ബിയും ബാക്കി 2 C+, 1 C ആയിരുന്നു. അതെനിക്ക് വിചാരിച്ച രാജ്യത്തേക്ക് പോകാനുള്ള സ്കോർ അല്ലായിരുന്നു. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് ഇനി എന്നെ കൊണ്ട് പഠിക്കാൻ. ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, ഒരു അറ്റംപ്റ്റ് കൂടി ഞാൻ എഴുതുള്ളൂ, എല്ലാവരെയും പോലെ 5, 6, 7, 8 ഒന്നും എഴുതാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. ഞാനൊരു വീട് വെച്ചതിൻ്റെ കട ഉണ്ട്, അത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഞാൻ പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ അറ്റംപ്റ്റ് എഴുതാനുള്ള പൈസയൊന്നും എൻ്റെ ഇല്ലാത്ത കാരണം മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നെക്സ്റ്റ് ഒരു 5 മാസം കഴിഞ്ഞിട്ട് ഞാൻ എഴുതണേ. കാരണം ഈ കുട്ടികൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് എനിക്ക് പഠിക്കാനുള്ള സമയം എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഓരോ സമയം നൈറ്റ് ഓഫ് കിട്ടുമ്പോഴൊക്കെ കുറേശ്ശെ പഠിച്ച് സ്വന്തമായിട്ട് പഠിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ OETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. അങ്ങനെ ഞാൻ സെപ്റ്റംബർ മാസത്തിൽ ഒരു 23 ദിവസം ലീവ് എടുത്തു. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിച്ചു. രാവിലെ ഞാനൊരു 11 മണിക്ക് പോവും, വൈകിട്ട് ഒരു 4:30 ആകുമ്പോഴേക്കും വീട്ടിലെത്തണം. ആ ഒരു ടൈമിലാണ് എനിക്ക് സാധാരണ എല്ലാ ക്ലാസ് 9 മണിക്കാണ് തുടങ്ങാറ്, 9 to 5 ആണ്. പക്ഷെ എനിക്ക് ഈ കുഞ്ഞുങ്ങൾ ചെറുതായ കാരണം ഞാനൊരു 10:30 അവരുടെ എല്ലാ സ്കൂളും അവരുടെ എല്ലാം ആക്കി കഴിഞ്ഞ് ഒരു 10:30, 11 മണിക്ക് അവിടെ എത്തുള്ളൂ. അത് കഴിഞ്ഞ് 3 PM അല്ലെങ്കിൽ ഒരു 4:30 PM ആകുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തും. ഈ ഒരു ടൈമാണ് ഞാൻ ആകെ കൂടി വിനിയോഗിച്ചത്. വേറെ OETക്ക് വേണ്ടി ഞാൻ ഒന്നും രാത്രി ഉറക്കമൊഴിച്ചോ വേറെ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഈ ഒരു 20 days 23 ദിവസം ഉണ്ടെങ്കിലും ഒരു സാറ്റർഡേ സൺഡേ ഒന്നും ഞാൻ പോവാറില്ല. ഞാൻ അവിടെ ഒരു 15 days അല്ലെങ്കിൽ ഒരു 16 days കറക്റ്റ് പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ഈ മോർണിംഗ് 11 to 4:30 PM വരെയൊക്കെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അത് പഠിച്ച് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ബസ് കയറി പോകുമ്പോഴൊക്കെ ഞാൻ 33 വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ ആ ക്ലാസ്സിലെത്തുക. എനിക്ക് ആ ഉള്ള സമയം കറക്റ്റായിട്ട് വിനിയോഗിക്കാൻ മാതാവ് കൃപ തരണേ. ഉറക്കമില്ലാണ്ടും ഇപ്പോൾ OET പഠിക്കുന്നവർക്ക് അറിയാം, അത് ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം വരും. റീഡിങ് ചെയ്യുമ്പോൾ ഉറക്കം വരും, ലിസണിങ് ചെയ്യുമ്പോഴൊക്കെ ഉറക്കം വരും. പ്രത്യേകിച്ച് കുട്ടികളുള്ള കാരണം എനിക്ക് തലേദിവസം മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് ഉറക്കമില്ലാണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലിയായിട്ടാണ് ഞാൻ അവിടെ എത്തുക. 33 വിശ്വാസ പ്രമാണം അവിടെ എത്തുമ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടാവും. തിരിച്ച് വണ്ടിയിലിരിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഈ ഒരു അറ്റംപ്റ്റല്ലേ എനിക്ക് കിട്ടിയിരിക്കണം, വേറെ പൈസ കളയാനില്ല മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഒരുങ്ങി സെപ്റ്റംബർ 30-നാണ് ഞാൻ എക്സാം ഡേറ്റ് എടുത്തത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ജൂലൈയിലാണ്. 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് 14 ദിവസമാണ് റിസൾട്ട് വരാനുള്ള സമയം. ആ 14 ദിവസവും ഞാൻ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ 14 ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു മോഡ്യൂളിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു C+ കിട്ടുള്ളൂ എന്ന്. കാരണം ഞാൻ എഴുതിയപ്പോൾ എനിക്ക് അങ്ങനെ ഉറപ്പായിരുന്നു. ഞാൻ വിചാരിച്ചത്ര കറക്റ്റ് എഴുതാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്നാലും മാതാവിൻ്റെ ഇഷ്ടം എനിക്ക് C+ ആയാലും ഞാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്ത് പോകാൻ പറ്റും.
അപ്പോൾ സാരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിരുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡ് അമ്മയും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ റിസൾട്ട് ഒക്ടോബർ മാസത്തിൽ 14 തീയതി വന്നു. എനിക്ക് ഫുൾ എല്ലാ മോഡ്യൂളിലും B ഗ്രേഡ് തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. നമുക്കറിയാം ആ സമയം ഒക്ടോബർ തൊട്ടിട്ട് അത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിൻ്റെ പ്രശ്നങ്ങളാണ്. ഇൻ്റർവ്യൂവിൻ്റെ പ്രശ്നങ്ങൾക്ക് ഓരോ തടസ്സങ്ങളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ അയർലൻഡ് രാജ്യത്തേക്കാണ് പോകാൻ ഉദ്ദേശിച്ചത്. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ അങ്ങോട്ട് തിരഞ്ഞെടുത്തത്. എല്ലാ കൺട്രിയിലോട്ടും പോവായിരുന്നു, അയർലൻഡ്, ന്യൂസിലാൻഡ് അതൊക്കെ പോവായിരുന്നു. പക്ഷെ ഞാൻ അയർലൻഡ് തിരഞ്ഞെടുത്തത്. UK ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷെ അതെനിക്ക് തന്നു മാതാവ്. പക്ഷെ ഞാൻ അത് ലണ്ടനിലായ കാരണം ഞാനത് ചൂസ് ചെയ്തില്ല. നെക്സ്റ്റ് ഞാനപ്പോൾ അടുത്ത ഇൻ്റർവ്യൂ അയർലൻഡാണ് തന്നത്. അയർലൻഡ് അത് ഫസ്റ്റ് ഇൻ്റർവ്യൂ ഫെയിലായി. അപ്പം എനിക്ക് വിശ്വാസം ദൈവമേ ആദ്യം തിരഞ്ഞെടുത്ത രാജ്യം തന്നെ ചെയ്താൽ മതിയായിരുന്നു എന്ന് എൻ്റെ ബ്രദറൊക്കെ പറഞ്ഞു. നീ തീരുമാനം UK ആണെങ്കിൽ 3 months കൊണ്ട് പോകാം, അയർലാൻഡാണെങ്കിൽ 8 മാസം 10 മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി അങ്ങോട്ടല്ലേ പറഞ്ഞു. ചേച്ചി എന്നോട് എപ്പോഴും പറയാ നീ അങ്ങോട്ട് വരണം, അങ്ങനെയാണ് പണ്ട് മുതലേ കല്യാണം കഴിഞ്ഞ മുതലേ പറയാറ് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചി അത് ഒന്നുകൂടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. 2 വർഷം ഉണ്ടല്ലോ, 1 വർഷം വരെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഇൻ്റർവ്യൂസ് ഒന്നും ഇല്ലാണ്ടായി തുടങ്ങി. എന്നാലും എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ കിട്ടി, അയർലൻഡ് ഇൻ്റർവ്യൂ കിട്ടി. ഞാൻ എൻ്റെ DL എടുക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ മാതാവ് എനിക്ക് തന്നു. അപ്പം ഞാൻ വിചാരിച്ചു സന്തോഷമായി, ഇനിയിപ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ, ഇനി DL എടുക്കുമ്പോഴേക്കാൾ മുന്നേ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. ജൂലൈ 8 ഞാൻ അവിടെ എത്തേണ്ടതായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞ് മെയ് മാസം എത്തിയപ്പോൾ ഒരു മെയ് മാസം ജൂലൈയിലേക്ക് എത്തുകയും ഈ 2024 ജൂലൈ 8 അവിടെ ഞാൻ എൻ്റർ ചെയ്യേണ്ടതാണ്. പക്ഷേ എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ വർഷം മെയ് മാസം വരെ അതിൻ്റെ യാതൊരു ഡോക്യുമെൻസും പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങിയില്ല. ഓൺലി ഓഫർ ലെറ്റർ മാത്രമാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ മാതാവിൻ്റെ അപ്പോഴേക്കടുത്ത എൻ്റെ അടുത്ത ഉടമ്പടി പുതുക്കാറായുള്ള സമയമായിരുന്നു മെയ് മാസം. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് തരാനുള്ളതാണെങ്കിൽ ഇത് തരണം, ഇല്ലെങ്കിൽ എനിക്ക് വേറൊരു ജോബ് ഓഫർ തരണം എന്ന് ഞാൻ ആ ഉടമ്പടിയിൽ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. സെപ്റ്റംബർ 30 എന്നുള്ള ഡേറ്റാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഉടമ്പടിയിലെ നിയോഗത്തിൽ. കാരണം എനിക്ക് ഈ 1 വർഷം OET എഴുതി കഴിഞ്ഞ് 1 വർഷം തികയുന്നതിന് മുന്നേ എന്നെ അവിടെ എത്തിക്കണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ എനിക്ക് ആ മെയ് മാസത്തിൽ തന്നെ ഞാൻ അയർലൻഡിലെ ഡബ്ലിനിലുള്ള സ്ഥലത്തേക്കുള്ള ഇൻ്റർവ്യൂവിൻ്റെ അവിടുന്ന് ഏജൻസിയിൽ നിന്ന് മെയിൽ വന്നു, ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ കുറച്ച് നാളത്തേക്ക് അവിടെ എന്ത് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്, നിങ്ങൾക്ക് ഈ ജോബ് ഓഫറിൽ നിങ്ങൾക്ക് കയറി വരാൻ പറ്റുമെന്ന് തോന്നുന്നു. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഏതൊക്കെ മീഡിയാസ് ഉണ്ടോ ആ മീഡിയാസിൽ ഡെയിലി രാത്രി കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ സെർച്ച് ചെയ്യും എന്തെങ്കിലും ഒരു ഓഫർ വരുന്നുണ്ടോ എന്നുള്ള. എൻ്റെ എക്സ്പീരിയൻസിനനുസരിച്ചുള്ള ഒരു ഓഫർ കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയിരിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ യൂട്യൂബിലൊരു മലയാളി ചേട്ടട്ട വീഡിയോയിൽ KCR ഏജൻസിയിലെ ഇൻ്റർവ്യൂവിന് ഞാൻ ജസ്റ്റ് മെയിൽ അയച്ചു. പക്ഷേ റെസ്പോണ്ട് ചെയ്തു. അങ്ങനെ എനിക്ക് യാതൊരു പരിചയവും ഇല്ല. ആ ഏജൻസി നമ്മുടെ നാട്ടിലല്ല, ഏജൻസി ഡയറക്റ്റ് അയർലൻഡിലായിരുന്നു. അങ്ങനെ ആ ഏജൻസി വഴി ഞാൻ സെലക്റ്റായി. എൻ്റെ പ്രോസസ്സിങ് June 6 എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് തന്നത്. 2 മാസം കറക്റ്റ് 2.5 മാസം കൊണ്ട് ഇപ്പോൾ ഞാൻ ഈ അടുത്ത വെള്ളിയാഴ്ച ഞാൻ അയർലൻഡിൽ പോകും. കറക്റ്റ് 2.25 മാസം കൊണ്ട് എനിക്ക് പോകാൻ സാധിക്കും. അത് ഞാൻ വിശ്വസിക്കുന്നു. മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി. ഒരു ദിവസം എൻ്റെ തൊണ്ടയ്ക്ക് ഭയങ്കര വേദന, തൊണ്ടയടച്ചിരിക്കുക. മാർച്ച് മാസത്തിൽ കിട്ടിയ അനുഗ്രഹം, തൊണ്ടയടച്ചിരിക്കുക. ഞാൻ എല്ലാ ഉടമ്പടി ദാനവും കേൾക്കും, എല്ലാ ചൊവ്വാഴ്ചയും ലൈവ് തന്നെ കേൾക്കും.
ലൈവ് കേട്ടിരുന്നപ്പോൾ അച്ഛൻ ഞാൻ ഞായറാഴ്ച തൊട്ടേ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛൻ ഇത് രോഗസൗഖ്യ ശുശ്രൂഷയിൽ പറയുവാണെങ്കിൽ എൻ്റെ ഈ രോഗം സൂക്ഷ്മമാകുമെന്ന് പറഞ്ഞു. ഞാൻ ആരോടും പറഞ്ഞില്ല. ജൂലൈ 8 എൻ്റെ മകളുടെ കല്യാണവുമാണ്. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞായറാഴ്ച തൊട്ടേ തിങ്കളാഴ്ച പ്രാർത്ഥിച്ചു. ചൊവ്വാഴ്ച ദിവസം രോഗശാസ്യ ഈ അണ്ണാക്കിനകത്ത് ഇങ്ങനെ മഞ്ഞ കളറിൽ ഇങ്ങനെ പഴുത്തിരിക്കുമായിരുന്നു. നാക്ക് നിറച്ച് പൂപ്പലായിരുന്നു. എന്നിട്ട് ഇങ്ങനെ പൊള്ളി ഇരിക്കുമായിരുന്നു നാക്ക് മൊത്തവും. അച്ഛൻ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, തൊണ്ടയ്ക്ക് സുഖമുള്ള ഒരു മകളെ സുഖപ്പെട്ടുകൊണ്ടിരിക്കുവാണെന്ന്. ആ മകൾ ഞാനാണെന്ന് അന്നേരം വിശ്വസിച്ചു. അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച ദിവസം അച്ഛൻ്റെ ടോക്ക് കേട്ടൻ പറഞ്ഞു. ഞാൻ എപ്പോഴും ഈ മൊബൈലെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അച്ഛൻ്റെ ടോക്കുകളും വിജയ സാറിൻ്റെ പ്രസംഗങ്ങളും എല്ലാം കേട്ടുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കളറ് വേറെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നതോണം കളറുള്ളവരെ സുഖപ്പെടുത്തിയെന്ന്. അങ്ങനെ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ നാക്കിനകത്ത് നോക്കുമ്പോൾ എൻ്റെ പൂപ്പലും ഇല്ല, കുമിളകളെല്ലാം മാറി. ഞാൻ അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് എൻ്റെ മോനോട് മാത്രം പറഞ്ഞ്, അത് കഴിഞ്ഞിട്ട് എൻ്റെ മോളോടും മകളോടും ഞാൻ പറഞ്ഞത്.